മാസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഏജൻസികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകബാങ്കാണ്. നിലവിൽ വന്നത് ലോകബാങ്ക് നിലവിൽ വന്നത് 1944 ഡിസംബർ 27. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചില്ലേ അന്താരാഷ്ട്ര നാണയനിധി, ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതിൽ തന്നെ ഒരു ഭാഗമാണ് ലോകബാങ്ക്. 1944 ഡിസംബർ 27 അത് നിലവിൽ വന്നത്. ഓക്കെ, പ്രവർത്തനം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1946 ജൂൺ 25. 1946 ജൂൺ 25 പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ആസ്ഥാനം വാഷിംഗ്ടൺ DC തന്നെയാണ്. IMFന്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC തന്നെയാണ്. അംഗസംഖ്യ 189 അംഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്കും അന്താരാഷ്ട്ര വികസന സംഘടനയും ചേർന്ന് പൊതുവിൽ അറിയപ്പെടുന്നതാണ് ലോകബാങ്ക്. ഓക്കെ, അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്കും അന്താരാഷ്ട്ര വികസന സംഘടനയും ചേർന്നിട്ടാണ് പൊതുവിൽ അറിയപ്പെടുന്നത് ലോകബാങ്ക് എന്ന്. അതുപോലെ ഈ തേർഡ് വിൻഡോ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. തേർഡ് വിൻഡോ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകബാങ്കിന്റെ ആപ്തവാക്യാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നാണ് ആപ്തവാക്യം എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഈ ലോകബാങ്കിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, അന്താരാഷ്ട്ര വികസന ബാങ്ക്, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി, അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം. ഇങ്ങനെ 5 സ്ഥാപനങ്ങൾ നമ്മുടെ ലോകബാങ്കിന് കീഴിൽ വരുന്നുണ്ട്. ഏതൊക്കെ? അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, അന്താരാഷ്ട്ര വികസന സംഘടന, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി, അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം. അപ്പോൾ ഈ അംഗരാജ്യങ്ങളുടെ അടിസ്ഥാന മേഖലയുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് അന്താരാഷ്ട്ര പുനർനിർമ്മിത വികസന ബാങ്കാണ്. ഓക്കെ, അംഗരാജ്യങ്ങളുടെ അടിസ്ഥാന മേഖലയുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്കാണെന്ന് ഓർത്തിരിക്കുക. ഈ ലോകബാങ്കിന്റെ പ്രസിഡന്റിനൊക്കെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, ആ കാര്യം കൂടി നോട്ട് ചെയ്യണം. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? യൂജീൻ മേയർ ആണ്. യൂജീൻ മേയർ ആണ് ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ്. ഇപ്പോ നിലവിലെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നത് ഡേവിഡ് ആർ മാൽപാസ് ആണ്. അതുപോലെ ഈ ലോകബാങ്ക് പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കക്കാരനായിരിക്കും. ആ കാര്യം കൂടി ഓർത്തിരിക്കണം. ലോകബാങ്ക് പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കക്കാരനായിരിക്കും. അതുപോലെ IMF ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. ലോകബാങ്ക് പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കക്കാരനായിരിക്കും. അതുപോലെ IMF ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഇനി ഈ ലോകബാങ്ക് പുറത്തുവിട്ട പ്രഥമ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരുന്നു? 115 ആയിരുന്നു. അതുപോലെ തന്നെ IMFലും ലോകബാങ്കിലും അംഗമായ 189ാമത്തെ രാജ്യം ചോദിക്കാറുണ്ട്. അത് നൗറു ആണ്. ഓക്കെ, IMFലും ലോകബാങ്കിലും അംഗമായ 189ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൗറു ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാം. നമ്മുടെ ലോകബാങ്കിൽ നിന്നും ആദ്യം വായ്പ എടുത്ത ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ലോകബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗം ബഹുകക്ഷി നിക്ഷേപ ഏജൻസി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ലോകബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി എന്ന് അറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക. ഇത്രയാണ് നമ്മളുടെ ലോകബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇത്രയും ക്വസ്റ്റ്യനും ഉണ്ടാവുള്ളൂ. പിന്നെ പക്ഷെ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആസ്ഥാനമൊക്കെ ചോദിക്കാറുള്ളൂ. അതായത് വാഷിംഗ്ടൺ DC എന്ന് പ്രവർത്തനം ആരംഭിച്ചു, നിലവിൽ വന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ 1944 ഡിസംബർ 27 അത് നിലവിൽ വന്നത്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25 ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അംഗസംഖ്യ 189 ആണ്. 189ാമത്തെ അംഗമാണ് നൗറു എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ പിന്നെ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിലവിലെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡേവിഡ് ആർ മാൽപാസ് ആണ്. ആദ്യത്തെ യൂജിൻ മേയർ ആണ്.
ലോകബാങ്കിന്റെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. പിന്നെ അതിന് 5 സ്ഥാപനങ്ങൾ പഠിച്ചിരിക്കണം, കാരണം അത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, അന്താരാഷ്ട്ര വികസന സംഘടന, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി, അതുപോലെ അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം. അതുപോലെ തന്നെ നമ്മൾക്ക് അടുത്തത് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോ. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ്, അല്ലെങ്കിൽ യുനെസ്കോ എന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ യുനെസ്കോ എന്നാണ് സ്ഥാപിതമായത്? 1945 നവംബർ 16 യുനെസ്കോ സ്ഥാപിതമായെന്ന് ഓർത്തിരിക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയെന്നാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അത് പാരീസ് ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, പാരീസ് ആസ്ഥാനം. അതുപോലെ യുഎന്നിന്റെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് ഓർത്തിരിക്കാം. ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളിൽ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ യുനെസ്കോ തയ്യാറാക്കുന്ന ഒരു പട്ടിക നിങ്ങൾക്കറിയാം. ഏതാണ്? വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്, അല്ലെങ്കിൽ ലോക പൈതൃക പട്ടിക. അപ്പൊ അത് ഇതിന്റെ കീഴിൽ വന്നെന്ന് ഓർത്തിരിക്കാം, ലോക പൈതൃക പട്ടിക എന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മുടെ കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാലും അതിനുള്ള ആൻസറും ഏത് തന്നെയാണ്? യുനെസ്കോ ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1952 ഓർത്തിരിക്കാം. ഓക്കെ, അതുപോലെ കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ആരാന്ന് ചോദിച്ചാൽ അത് ജഗജിത് സിംഗ് ആണ്. 1963. ഇനി നമ്മളുടെ യുനെസ്കോയും ഇന്ത്യയും തമ്മിലുള്ളൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ 2007 യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ, അതായത് മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദത്തിന്റെ ലിഖിത രൂപമാണ്. ഓക്കെ, 2007 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ അല്ലെങ്കിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഋഗ്വേദത്തിന്റെ ലിഖിത രൂപം. അതുപോലെ നമ്മുടെ 2010-2011 ഇതെപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് സ്ഥാനം നേടിയ കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ കേരളത്തിന് ഏത് എന്നാണ് മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ 2010-2011 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ കലാരൂപങ്ങൾ കേരളത്തിൽ നിന്നുള്ളത് മുടിയേറ്റാണ്. അതുപോലെ ജാവ് കിഴക്കേ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അതുപോലെ കർബേലിയ രാജസ്ഥാനിൽ നിന്നാണ്. അപ്പൊ ഈ 3 കലാരൂപങ്ങളാണ് 2010-2011 വർഷങ്ങളിലായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ കലാരൂപങ്ങൾ. കേരളത്തിൽ നിന്നുള്ള കലാരൂപം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് മുടിയേറ്റാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ 2016 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് ഏതാണെന്ന് ചോദിച്ചാൽ അത് യോഗയാണെന്ന് ഓർത്തിരിക്കാം. പിന്നെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ ആദ്യത്തെ മിക്സഡ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാഞ്ചൻജംഗ ദേശീയോദ്യാനം എന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് സൈറ്റ് എന്ന് ഓർത്തിരിക്കുക, കാഞ്ചൻജംഗ ദേശീയോദ്യാനം. അതുപോലെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയതാണ് യോഗ. പിന്നെ 2015 നമ്മുടെ യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വടക്കുനാഥ ക്ഷേത്രമാണ്, തൃശ്ശൂർ. ഇത്രയും കാര്യങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അതുമായിട്ട് ചിലപ്പോൾ പ്രസ്താവനയൊക്കെ ചോദിക്കാം. ഇവിടെ 2015-16 നിങ്ങൾ നോക്കണ്ട, ഇവരുടെ ഒരു കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ യുനെസ്കോ ആയിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾക്ക് അല്ലാണ്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമ്മളുടെ 2003 നമ്മളുടെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് നമ്മുടെ ഡൽഹി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതും കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഓക്കെ, 2003 ന്യൂഡൽഹി ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടി ഇവിടെ ഓർത്തിരിക്കണം. ന്യൂഡൽഹി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 2003 ഓർത്തിരിക്കാം. ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ളൊരു സംഘടനയാണ് ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അതാണ് ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന. ആസ്ഥാനം മാത്രം ഇതുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി. ആസ്ഥാനം വിയന്നയാണ്. അതുപോലെ
ഇത് UN പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1985 നമ്മുടെ ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന പ്രത്യേക ഏജൻസി അതെന്ന് ഓർത്തിരിക്കുക. ഇത്രയും 3 പോയിന്റ് മാത്രം ഇവിടെ ഓർത്തിരുന്നാൽ മതി. എന്നാണ് സ്ഥാപിതമായത്? 1966 നവംബർ 17 ആസ്ഥാനം VNA ആണ്. അത് UN പ്രത്യേക ഏജൻസി ആയത്, യുണൈറ്റഡ് നേഷൻസിന്റെ പ്രത്യേക ഏജൻസി ആയത് എന്നാന്ന് ചോദിച്ചാൽ 1985 ഓർത്തിരിക്കാം. ഇനി അടുത്തതാണ് നമ്മൾക്ക് കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ളത് ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്വസ്റ്റ്യൻസ് വന്നേക്കണതും ആസ്ഥാനം ചോദിച്ചേക്കണതുമായിട്ട്, കാരണം ഇത് കുറേ ഏജൻസികളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ ആ ഏജൻസിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഫാക്ട്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വായനയ്ക്ക് വേണ്ടി റെഫർ ചെയ്ത് ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ പോയിന്റ്സ് ഒക്കെ എക്സ്ട്രാ അറിവിനായിട്ട് വായിച്ചിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ PSC ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻ വർഷങ്ങളിൽ ചോദിച്ചതുമായിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. കൂടുതൽ അറിവിലേക്ക് നിങ്ങളൊന്ന് ഗൂഗിളിൽ ജസ്റ്റ് ഇതൊന്ന് വൃത്തി വായിച്ചു നോക്കണത് നല്ലതായിരിക്കും. ഇപ്പൊ ലോക വ്യാപാര സംഘടന എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. 1995 ജനുവരി 1 നമ്മുടെ ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം എവിടെ നിന്നാണ്? ആസ്ഥാനം എവിടെയാണ്? ഇതിന്റെ ആസ്ഥാനമാണ് ജനീവ. അപ്പോ ലോക വ്യാപാര സംഘടന എന്ന് സ്ഥാപിതമായി? 1995 ജനുവരി 1 ആസ്ഥാനം എവിടെയാണ്? ജനീവ. പക്ഷെ ഈ ലോക വ്യാപാര സംഘടനയ്ക്ക് ഒരു മുൻഗാമി ഉണ്ട്. അപ്പൊ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഏതാന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് ഗാട്ട്. ഗാട്ട് എന്ന് വെച്ചാൽ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അതാണ് ഈ ഗാട്ടിന്റെ ഫുൾ ഫോം. അപ്പൊ അതും ചോദിക്കാറുണ്ട്. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, അതാണ് ഗാട്ട്. ഈ WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് ആണെന്ന് ഓർത്തിരിക്കാം. അത് വന്നത് എന്നാണ്? ഈ ഗാട്ട് ഒപ്പുവെച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1947 ഒക്ടോബർ 30. അങ്ങനെ ഗാട്ട് നിലവിൽ വന്നത് 1948 ജനുവരി 1. അപ്പോ നമ്മളുടെ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത് എന്നാന്ന് ചോദിക്കാറുണ്ട്. അത് സ്ഥാപിതമായ അന്ന് തന്നെ നമ്മളുടെ ഇന്ത്യ അതിൽ അംഗമായി. 1995 ജനുവരി 1 അംഗമായി. WTOയുടെ 164 അംഗം ഏതാന്ന് ചോദിച്ചാൽ 164 അംഗങ്ങളാണ് ലോക വ്യാപാര സംഘടനയുടെ നിലവില്. അതിൽ 164 അംഗം ഏതാന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, WTOയിലെ 164 അംഗം ഏതാന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ലോക വ്യാപാര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായി വേൾഡ് കോട്ടൺ ഡേ ആചരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2019 ഒക്ടോബർ 7 കേട്ടോ. വേൾഡ് കോട്ടൺ ഡേ ആചരിച്ചത് 2019 ഒക്ടോബർ 7 ഓർത്തിരിക്കുക. ലോക വ്യാപാര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് വേൾഡ് കോട്ടൺ ഡേ ആചരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അത് 2019 ഒക്ടോബർ 7 അപ്പോൾ 1995 ജനുവരി 1 സ്ഥാപിതമായി. ജനീവിയൻ ആസ്ഥാനം, 164 അംഗമുണ്ട്. 164 അംഗരാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അതുപോലെ ഇന്ത്യ WTOയിലെ അംഗമായ വർഷം എന്ന് പറയുന്നത് 1995 ജനുവരി 1. ഇനി നമ്മുടെ WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് ആണ്. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നാണ് ഫുൾ ഫോം. ഈ ഗാട്ട് ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 1947 ഒക്ടോബർ 30. അത് നിലവിൽ വന്നത് 1948 ജനുവരി 1 ഓർത്തിരിക്കാം. ഇനി ചോദിക്കാറുണ്ട്, ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ കാരണമായ ഒരു ഉച്ചകോടി ഉണ്ട്. അപ്പൊ ആ ഉച്ചകോടി എവിടെയാണ് നടന്നതെന്നാണ് ചോദിക്കുക. ഉച്ചകോടിക്ക് വേദിയായ നഗരം എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എവിടെയാണ് ആ നഗരം? അത് മാരക്കേഷ് ആണ്. മാരക്കേഷ് എന്ന് പറയുന്നത് മൊറോക്കോയിലാണ്. 1994 അങ്ങനെ ഒരു ഉച്ചകോടി നടന്നത്. ഓക്കെ, അപ്പൊ എവിടെ വെച്ചിട്ടാണ് ഉച്ചകോടി നടന്നത്? മാരക്കേഷിലാണ്. എന്ന് വർഷം? മൊറോക്കോ ആണ്. മാരക്കേഷ് എന്ന് പറയുന്നത് മൊറോക്കയിലുള്ള ഒരു സ്ഥലമാണെന്ന് ഓർത്തിരിക്കുക, നഗരമാണെന്ന് ഓർത്തിരിക്കുക. 1994 ആ ഉച്ചകോടി നടന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് 95 ജനുവരി 1 ലോക വ്യാപാര സംഘടന സ്ഥാപിതമായി. അങ്ങനെ ലോക വ്യാപാര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് വേൾഡ് കോട്ടൺ ഡേ ആചരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2019 ഒക്ടോബർ 7 ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യുനിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. അതാണ് യുനിസെഫ്. ഇതിന്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യുനിസെഫ് എന്നതിന്റെ ഫുൾ ഫോം. അപ്പൊ പ്രവർത്തനം എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിക്കാറുണ്ട്. യുനിസെഫ് 1946 ഡിസംബർ 11. ഇതിന്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. യുനിസെഫിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ്. WTOയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. നിങ്ങൾക്ക്
ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം എല്ലാവരും എഴുതി വെക്കുക. ഓക്കെ, അപ്പോ ആസ്ഥാനം ന്യൂയോർക്ക്, അംഗസംഖ്യ 190 അംഗസംഖ്യയാണെന്ന് ഓർത്തിരിക്കാം. അപ്പൊ ശിശുക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് യൂണിസെഫ് എന്ന് ഓർത്തിരിക്കാം. ഇനി യൂണിസെഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം എന്നാണ് ചോദിച്ചാൽ 1953 യൂണിസെഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് ഇനി പ്രസ്ഥാന മോഡലൊക്കെ ചോദിച്ചു കാണാൻ സാധ്യതയുള്ള മേഖലയാണ്. വന്നാൽ തന്നെ അതൊരു റാങ്ക് ബേക്കിംഗ് ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും. ഓക്കെ, അപ്പൊ യൂണിസെഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം 1953. ഇനി യൂണിസെഫിന് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതും ചോദിക്കാറുണ്ട്. 1965 യൂണിസെഫിന് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചതെന്ന് ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ യൂണിസെഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂണിസെഫ് ആണ്. ഓക്കെ, ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ യൂണിസെഫ് ആണെന്ന് ഓർത്തിരിക്കാം. ഈ 2019 യൂണിസെഫിന്റെ ഡാനി കയെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹയായത് ആരാന്ന് ചോദിച്ചാൽ അത് പ്രിയങ്ക ചോപ്രയാണെന്ന് കൂടി ഓർത്തിരിക്കാം. 2019 ആയതുകൊണ്ട് നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അതും കൂടി ഓർത്തിരിക്കണം. ഇത്രയാണ് യൂണിസെഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആസ്ഥാനം ഓർത്തിരിക്കാൻ ന്യൂയോർക്കാണ്. ഫുൾ ഫോം ഓർത്തിരിക്കാം, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് യൂണിസെഫ്. ആസ്ഥാനം ന്യൂയോർക്കാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഡിസംബർ 11. ഓക്കെ, നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1965, പ്രത്യേക ഏജൻസിയായ വർഷം 1953 ഓർത്തിരിക്കാം. പിന്നെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടനയാണ് യൂണിസെഫ്. അതുപോലെ തന്നെ 2019 യൂണിസെഫിന്റെ ഡാനി കയെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹയായത് പ്രിയങ്ക ചോപ്രയെന്നും കൂടി ഓർത്തിരിക്കാം. ഈ പ്രധാനപ്പെട്ട ഏജൻസികളെയാണ് നമ്മൾ ഇന്ന് ഒന്ന് ലോകബാങ്ക് പഠിച്ചു. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് നമ്മളുടെ ഏതാണ് ലോക വ്യാപാര സംഘടന പഠിച്ചു, യൂണിസെഫ് പഠിച്ചു. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നേക്കണ മേഖല ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആസ്ഥാനങ്ങളും അത് സ്ഥാപിതമായ വർഷവും മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട മേഖലയും കൂടിയാണ് ഫുൾ ഫോം. അപ്പോൾ ക്ലാസ് ഒന്നും കൂടി കേൾക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.